തന്നാലും തനിക്ക് നഷ്ടമൊന്നുമില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാ. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാ മകനെ 30 വർഷമോ 40 വർഷമോ കിട്ടുമെന്ന് നോക്കിയാ മതി. അതെ വകുപ്പേ, പോസ്കോയാ. ഞാൻ എത്ര വേണമെങ്കിലും തരാം സാർ. ആ പെൺകുട്ടിയെയും അവളുടെ അമ്മയും വിളിച്ച് സാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ പോലും കുഴപ്പമില്ല. അവര് ചോദിക്കുന്നത് എത്രയാണോ അതങ്ങ് കൊടുത്തേക്കാം. പിന്നെ ഈ ഒത്തുതീർപ്പിനൊക്കെ വിളിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഇവളുമാരുടെ വായിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലതേ ഭീഷണിപ്പെടുത്തുന്നത് തന്നെയാ. തൽക്കാലം നമുക്ക് ആ സ്റ്റാൻഡിൽ മുമ്പോട്ട് പോവാം. ശരി സാർ. പിന്നെ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ അവര് തീരുമാനിക്കട്ടെ. അതിനൊരു മധ്യസ്ഥനെ നമുക്ക് പിന്നീട് നിയോഗിക്കാം. ഇത് സാർ. സിറ്റിന്ന് ദൂരെ മാറി മണക്കാട് ഏരിയയിൽ തനിക്കൊരു 15 സെന്റ് വസ്തു കിടപ്പുണ്ടല്ലേ? പല സ്ഥലങ്ങളിലും ഉണ്ട്, കൂട്ടത്തിൽ അവിടെയും. അതെ, ഞാൻ ആ സ്ഥലം പോയി ഒന്ന് നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലേ നമുക്ക് അതിനൊരു വില പറഞ്ഞങ്ങ് ഉറപ്പിക്കാം. അല്ല സാർ, അത് വില പറഞ്ഞ് ഉറപ്പിക്കാന്ന് പറഞ്ഞാ വില തന്ന് വാങ്ങാനല്ല. കോങ്കോ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കിൻഷാസ. രാജ്യത്തിന്റെ ദേശീയ ഭാഷ ഫ്രഞ്ചാണ്. ഈ രാജ്യത്ത് ഏകദേശം 200-ൽ പരം ഭാഷകൾ ഉപയോഗിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഒരു നാടോടി പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസ് പ്രതികൾക്ക് കൂട്ടുനിൽക്കുകയും അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ തെളിവുകൾ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്നു CI ചന്ദ്രമോഹൻ. ഉദ്യോഗത്തിൽ തിരിച്ചു കയറിയ ഈ സർക്കിൾ ഇൻസ്പെക്ടർ സമീപകാലത്ത് നടന്ന ഒരു പീഡന പരാതിയിൽ അലംഭാവം കാണിക്കുകയും പരാതിക്കാരിയായ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയും ചെയ്തിരുന്നു. ACP കൃഷ്ണരാജിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രസ്തുത കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഭീമമായ തുക കൈക്കൂലി വാങ്ങിച്ച് നിയമം വളച്ചൊടിക്കുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CI ചന്ദ്രമോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അയ്യോ, ഇത് നമ്മുടെ CI അല്ലേ? ഷോ, അങ്ങേരെ പിടിച്ചോ ദൈവമേ. കൂട്ടുനിന്നവർ ഓരോരുത്തരായി ദൈവശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കണിമംഗലം ജയഭാരതി അമ്മയെ അറസ്റ്റ് ചെയ്ത CI സർവീസിലുണ്ടാകാൻ പാടില്ലെന്ന് വരുണും രാധികയോ തീരുമാനിച്ചത്. അവരത് നടത്തി. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും മുത്തശ്ശിയുമ്പോളൊന്ന് പഠിക്കാൻ നോക്ക്. വിവാഹ സർട്ടിഫിക്കറ്റ് ഉള്ള നിലയ്ക്ക് കേസിന് പോയാൽ നിങ്ങൾക്ക് നീതി കിട്ടും. സാറേ, ഞങ്ങളെ അവര് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ശിക്ഷിക്കണം സാറേ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. നിങ്ങളുടെ പ്രധാന പ്രശ്നം ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചു കയറുക എന്നുള്ളതാണല്ലോ. അത് മാത്രല്ല, എന്റെ ചേച്ചി അവിടുന്ന് പുറത്താവാൻ വേണം. വരുണിന്റെ ഭാര്യ നിങ്ങളാണെന്ന് കോടതി ഒരു ഉത്തരവ് പറഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങളീ പറയുന്ന രാധിക അവിടുന്ന് ഇറങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ തീർന്നല്ലോ. സാറ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം. പ്രിയങ്ക കണിമംഗലത്ത് എത്തിക്കഴിഞ്ഞ സർവ്വ സ്വത്തിന്റെ അവകാശി ഇവിള. പിന്നെ സാറ് ചോദിക്കുന്ന പണം എത്രയായാലും അത് ഞങ്ങൾ തരും. പ്രിയങ്ക കണിമംഗലത്തെത്തുന്നതോ അതുവഴി സമ്പന്നയാവുന്നതൊന്നും എന്റെ മാറ്ററല്ല.
ഞാൻ കേസ് വാദിക്കണമെങ്കിൽ എനിക്ക് കൃത്യമായ ഫീസ് കിട്ടിയിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, കേസ് നടപ്പിന് അഡ്വാൻസായി ഒരു 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം രൂപയോ? അയ്യോ സാറേ, അത്രയൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കാനില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമല്ലേ സാറേ, സാറൊന്ന് കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ കുപ്പായിട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ നിസ്സാരമല്ല. ഞാൻ ഈ കേസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ ഫീസ് എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും സമീപിക്കാം. ദാ. പണം തരാം സർ. കുറച്ച് ദിവസത്തിനുള്ളിൽ പണവുമായിട്ട് ഞങ്ങൾ സാറിന്റെ അടുത്തേക്ക് വരാം. ആയിക്കോട്ടെ. നിങ്ങൾ എപ്പോ പണം കൊണ്ടുവരുന്നോ അപ്പോ കേസ് കോടതിയിൽ എത്തിയിരിക്കും. നിങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കുന്ന അതിനോടൊപ്പം തന്നെ നിങ്ങളെ ദ്രോഹിച്ചവരെ ശിക്ഷിക്കാൻ കൂടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. തൽക്കാലം വെക്കോളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. അങ്ങനെയാട്ടോ. ഉം.